ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം വാഴയുടെ കണ്ണ് അരിഞ്ഞ് വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് കടമീശൻ്റെ ഇല ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഈ വാഴൻ്റെ കണ്ണ് നമ്മൾ ഈ വെട്ടിയ വാഴയൊക്കെ ഉണ്ടാവില്ലേ, ഒഴിവാക്കിയ വാഴ, ആ വാഴൻ്റെ കണ്ണെടുത്തതാണ്. പിന്നെ ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിനു, അത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതാണ്. അതും കൂടെ മിക്സ് ചെയ്യും. നല്ല തീറ്റയാണത്. പിന്നെ ഈ പപ്പായൻ്റെ ഇലയാണ്. പപ്പായൻ്റെ ഇല എന്നാൽ മുട്ടയിടാനും ഈ വിരശല്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല ഇലയാണ്. ഒക്കെ കൂടെ മിക്സ് ചെയ്ത്, പിന്നെ ഏറ്റവും നല്ല ഇല പപ്പായൻ്റെ ഇലയാണ്. പിന്നെ കുറച്ച് കൊപ്പര പിണ്ണാക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്നു, അതും മിക്സ് ചെയ്ത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നും കൊടുക്കൽ. ഇതൊരൊറ്റ നേരത്തിനേ ഉണ്ടാവുള്ളൂ ഈ തീറ്റ. പിന്നെ വൈകുന്നേരത്തിന് ഇതേമാതിരി വേറെ ഉണ്ടാക്കണം. പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ ചെയ്യലുണ്ട്, പക്ഷേ അത് ഇതിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ഇത് നല്ലൊരു തീറ്റ, അവർക്ക് നല്ല ഇഷ്ടമാണ്. അവർ നല്ലോണം കഴിക്കും. ഇത് ഇട്ടെടുത്ത് 10 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ എല്ലാം തിന്നുകയും ചെയ്യും. പിന്നെ ഇതിക്ക് ഞാൻ കുറച്ച് കോഴിത്തീറ്റ, ചോറ് വെക്കും. കേടുന്ന അരി ഉണ്ടെങ്കിൽ അതിനോട് ചോറ് വെക്കും. അത് ഹാഫ് വേവിലാക്കിയിട്ട് ഊറ്റിയിട്ട് നല്ല ചൂടിൽ തന്നെ കൊടുക്കുന്നതുകൊണ്ട് ഈ നെയ്മാലയൊക്കെ കെട്ടിയെങ്കിൽ അതൊക്കെ ശരിയാവാനും ഒക്കെ നല്ലതാണ്. നല്ലോണം വേവിക്കൂല കേട്ടോ. അതും കൂടെ മിക്സ് ചെയ്യും. നല്ല മിക്സ് ചെയ്തിട്ട് നല്ല ഇഷ്ടമാണ് അവർക്ക് ഈ ഫുഡ്. എന്നും ഇതേമാതിരി തന്നെ ഉണ്ടാക്കുക. ചില ദിവസം വേറെ എന്തെങ്കിലും ഇടുന്ന അയലക്കത്തുനിന്നൊക്കെ കിട്ടുമെങ്കിൽ അതും കൊടുക്കും. പിന്നെ കുറച്ച് കോഴിത്തീറ്റ, ഇത് ഗ്രോവറാണ്. അത് എല്ലാവർക്കും അത് മിക്സ് ചെയ്യും. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലിപ്പോൾ മഞ്ഞൾപ്പൊടി കൂട്ടലുണ്ട്. ഞാനൊന്ന് കൂട്ടാൻ മറന്നതാണ്. പിന്നെ തലേന്നക്കത്തെ കറി ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി മിക്സ് ചെയ്യും. എല്ലാം മിക്സ് ചെയ്തിട്ട് നല്ല ഇഷ്ടമാണ് ഈ ഫുഡ്. ഇതാകുമ്പോൾ ദഹനത്തിനൊന്നും നല്ല കേടുണ്ടാവില്ല. അങ്ങനത്തെ ആകുമ്പോഴേ പിന്നെ നമ്മളെ കോഴിക്കുട്ടികളുണ്ട്, ഒരു 1.5 മാസമായ കോഴിക്കുട്ടികളുണ്ട്. ആ കോഴിക്കുട്ടികൾക്ക് കൊടുക്കുന്ന തീറ്റ ഇതേമാതിരി വേറെ പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് അതേമാതിരി വെള്ളത്തിൽ കുതിർത്തിന്, അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യും. ക്രഷ് ചെറിയ കുട്ടികളല്ലേ, അപ്പം അത് ഇതാക്കിയിട്ട് അതിലേക്ക് കോഴിത്തീറ്റ സ്റ്റാർട്ടറല്ല ഗ്രോവറും പാടെ കൂടി മിക്സ് ചെയ്യും കേട്ടോ. എന്നിട്ട് നല്ലോണം അത് രണ്ടും പാടെ നല്ല മിക്സാക്കും. ഇവർക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ചോറും അതും പാടെ നല്ലോണം അത് മിക്സാക്കും. പിന്നെ അതിലേക്ക് മുരിങ്ങൻ്റെ ഇല ഇടലുണ്ട് കേട്ടോ. മുരിങ്ങൻ്റെ ഇല ഇപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല. കേടുന്ന മുരിങ്ങൻ്റെ ഇലയൊക്കെ ഉണ്ടാവില്ല. മുരിങ്ങൻ്റെ ഇല അടിയിൽ കുറച്ചൊക്കെ മൂപ്പായ ഇല, അതും പാടൊക്കെ മിക്സ് ചെയ്യലുണ്ട്. പക്ഷേ അപ്പം ഒന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ പാടെ മിക്സ് ചെയ്തുകൊണ്ട് കൊടുത്താൽ ഇത് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് തിന്നായി. അതൊരു 30 കുട്ടികളുണ്ട്. അത് കുറച്ച് ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പുല്ലൊക്കെ കൊടുക്കും കേട്ടോ. പുല്ല് കെട്ടി തൂക്കിയിട്ടെടുത്താൽ അതും കുറേ